നമ്മുടെ രാഹുൽ ഗാന്ധി ഇത് ആദ്യമായിട്ടല്ല നമ്മുടെ ധീരദേശാഭിമാനികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയും കോൺഗ്രസ്സുകാരാണ്. അപ്പൂപ്പൻ ആ രീതിയിലുള്ള ഒരാളാണ്. കുടുംബം മുഴുവൻ കോൺഗ്രസ്സുകാരും പാർട്ടിക്കാരും ഒക്കെ ആയതുകൊണ്ട് ആ രീതിയിലേക്ക് വന്ന ഒരു നെപ്പോ കിഡ് അങ്ങനെ വിശേഷിപ്പിക്കാൻ ഇപ്പോൾ സാധിക്കും. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ജയസൂര്യൻ സാർ. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അവസാനം നൽകിയ താക്കീത് സവർക്കർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ഇനി അവഹേളിച്ച കേസെടുക്കും, ഇതിങ്ങനെ കേട്ടു നിൽക്കാൻ പറ്റില്ല എന്നാണ്. ഒരു രാഷ്ട്രീയത്തെ കുറിച്ചോ അല്ലെങ്കിൽ യഥാർത്ഥ ഇന്ത്യയെ കുറിച്ച് ഒരു ചുക്കും അറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് ഞാൻ പറഞ്ഞാൽ ജയസൂര്യൻ സാറ് അതിനെ എങ്ങനെ ന്യായീകരിക്കും? അല്ല, ഞാനതിനെ ന്യായീകരിക്കുകയല്ല. തീർച്ചയായും ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഏറ്റ ഒരു കളങ്കമാണ് രാഹുൽ ഗാന്ധി. വിദേശ ആശയങ്ങൾ മസ്തിഷ്കത്തിൽ മുഴുവൻ കുത്തി നിറയ്ക്കുകയും ശരീരത്തിൽ വിദേശ രക്തം പേറി ജനിക്കുകയും ചെയ്ത ഒരു രാജ്യദ്രോഹിയായ, രാജ്യവിരുദ്ധനായ, രാജ്യത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത പമ്പര വിഡ്ഢിയായ ഒരു ക്രിമിനൽ, അതാണ് രാഹുൽ ഗാന്ധി. എനിക്ക് ചുരുക്കി പറയാനുള്ളത് അത്രേ അറിയൂ. ഇന്ത്യൻ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ 6 കാര്യങ്ങൾ ഉണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും എന്താണ് രാഹുൽ ഗാന്ധിയുടെ നിലവാരം എന്നുള്ളത്. അതായത് ഇന്ത്യൻ സുപ്രീം കോടതി സവർക്കറുടെ കേസിൽ, സവർക്കറെ അപമാനിച്ച കേസിൽ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. 1, സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കരുത്. 2, ഇനി ഇത് ആവർത്തിച്ചാൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കും. 3, രാഹുലിന്റെ മുത്തശ്ശി സവർക്കറെ പ്രശംസിച്ചുകൊണ്ട് കത്തെഴുതിയത് താങ്കൾക്ക് അറിയാമോ? താങ്കളുടെ മുത്തശ്ശിയെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. നിനക്ക് നിന്റെ അമ്മയെ അറിയാവോടാ എന്ന് പച്ച മലയാളം. അപ്പോ ആ രീതിയിൽ ഒരു സുപ്രീം കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. 4, ജനങ്ങൾ ആരാധിക്കുന്ന മഹാനാണ് സവർക്കർ. ഇന്ത്യൻ സുപ്രീം കോടതിയാണ് പറഞ്ഞത്, ജനങ്ങൾ ആരാധിക്കുന്ന മഹാനാണ് സവർക്കർ. അറിയില്ലെങ്കിൽ നീ സുപ്രീം കോടതിയിൽ നിന്നെങ്കിലും പഠിക്കൂ എന്നാണ് അവിടെയുള്ള താക്കീത്. 5, അവർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു, തിരിച്ച് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇതാണ് 5ാമത്തെ ചോദ്യം. 6ാമതായിട്ട് ഈ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം സവർക്കർ ചെയ്ത കുറ്റം എന്ന് എടുത്തു പറയുന്നത് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള കത്തിടപാടിൽ വിനീതദാസൻ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ സവർക്കറെ വിമർശിച്ചത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. സുപ്രീം കോടതി ചോദിച്ചു, മഹാത്മാഗാന്ധിയും ഉപയോഗിച്ചത് അതേ വാക്കുകൾ തന്നെയാണ്. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള എല്ലാ കത്തിടപാടുകളിലും മഹാത്മാഗാന്ധിയും സവർക്കറും ഉപയോഗിച്ചത് ഒരേ സംബോധനയാണ്. അതൊരു കത്തെഴുതുന്നതിന്റെ മര്യാദ മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധിയെ രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ, രാജ്യവിരുദ്ധൻ എന്ന് വിളിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാണോ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. അപ്പോൾ ഈ 6 കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസ്സുകാരുടെ ദുർവ്യാഖ്യാനം എന്ന് പറയുന്ന ഒരു ശൈലി. ഇപ്പൊ ഒരു സ്ത്രീയെ നമ്മൾക്ക് നേരിട്ട് ബന്ധമില്ലാത്ത, നമ്മുടെ ഭാര്യയല്ലാത്ത, മകളല്ലാത്ത, സഹോദരി അല്ലാത്ത ഒരു സ്ത്രീയെ നമ്മൾ സംബോധന ചെയ്യുമ്പോൾ മാം എന്നാണ് നമ്മൾ പറയുക. മാം എന്ന വാക്കിന് അമ്മ എന്നും കൂടെ അർത്ഥമുണ്ട്. വേണമെങ്കിൽ രാഹുൽ ഗാന്ധി ചോദിക്കുമല്ലോ, വഴിയെ പോകുന്നവരെല്ലാം നിന്റെ അമ്മയാണോ, അല്ലെങ്കിൽ സംസാരിക്കുന്നവരെല്ലാം നിന്റെ അമ്മയാണോ, അങ്ങനെ വിളിക്കുന്നതിൽ കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ബാലിശമായ ബുദ്ധി മാത്രമുള്ള ഒരു മന്ദബുദ്ധിയായ, പപ്പുമോനായ, പടുവിഡ്ഢിയായ ഒരുത്തൻ, അവൻ ജനിച്ച കുലത്തിന്റെ മഹത്വം ഒന്നുകൊണ്ട് മാത്രം കോൺഗ്രസ് നേതാവും MP-യും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായിട്ടിരിക്കുകയാണ്. അത് കോൺഗ്രസിന്റെ ഒരു നിയമമാണ്, അലിഖിത നിയമമാണ്. അതായത് നെഹ്റുവിന്റെ വംശപരമ്പരയിൽ പെടാത്ത ഒരാളും ഞങ്ങളുടെ നേതാവാകാൻ പാടില്ല. ഇനി അങ്ങനെ നേതാവാവണമെന്ന് നിർബന്ധമാണെങ്കിൽ വല്ല മല്ലികാർജുന ഖാർഗെ പോലെയുള്ള ബൊമ്മകളെ പിടിച്ചു വെച്ചിട്ട് രാഹുൽ ഗാന്ധി വരുമ്പോൾ എഴുന്നേറ്റ് കസേര മാറിക്കൊടുക്കുന്ന AICC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു വേദിയിൽ വെച്ച് നടന്ന സംഭവമാണ്. AICCയുടെ സമ്മേളനം നടക്കുന്ന ഒരു മീറ്റിംഗ് നടക്കുന്ന ഒരു വേദിയില് മല്ലികാർജുന ഖാർഗെ അധ്യക്ഷനായിട്ടിരിക്കുന്നു. അദ്ദേഹം AICC പ്രസിഡന്റാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി കയറി വരുന്നത്. രാഹുൽ ഗാന്ധി കയറി വന്നപ്പോഴേ മല്ലികാർജുന ഖാർഗെ എഴുന്നേൽക്കുന്നു. രാഹുൽ ഗാന്ധി ആ കസേര കയറി ഇരിക്കുന്നു.
സ്റ്റേജിൽ മറ്റ് കസേരയില്ലാത്തത് കൊണ്ട് AICC പ്രസിഡന്റ് സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരുന്നു. രാജ്യം കണ്ട ചിത്രമാണിത്. അപ്പൊ ഇതാണല്ലോ ഇവരുടെ പാരമ്പര്യം. അപ്പോൾ ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് അവർക്ക് പരമപുച്ഛമാണ് ഭാരതത്തോട്, ഭാരതത്തിന്റെ ദേശീയതയോട്, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തോട്, സ്വാതന്ത്ര്യ സമരത്തോടും സ്വാതന്ത്ര്യ സമര സേനാനികളോടും ഒക്കെ പരമപുച്ഛമാണ്. ആ പുച്ഛത്തിനെയാണ് സുപ്രീം കോടതി ശക്തമായി താക്കീത് നൽകിയത്. ഇനിമേലാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കും എന്നുള്ളത്. രാഷ്ട്രം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയാണിത്. അതിൽ കുറഞ്ഞൊന്നുമല്ല. തീർച്ചയായും ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതിലുള്ള ഒരു കാര്യം, പണ്ട് കത്തെഴുതുന്ന സമയങ്ങളിൽ നമ്മളിപ്പം അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ വയ്ക്കുന്നത് പോലെ അവരും പറഞ്ഞിരുന്നത് വിനീതമായി അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ വിനീതദാസൻ എന്നുള്ള രീതിയിലായിരുന്നു. ഈ രീതിയിൽ ഗാന്ധിജിയും അന്ന് കത്തെഴുതിയിരുന്നു. ഗാന്ധിജിയും ഈ രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഒരു ദേശദ്രോഹിയാകുമോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് അടിമപ്പെട്ടവനാകുമോ എന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം. ഇവരിങ്ങനെ നിരന്തരം BJP യെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇതേ ആംഗിളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ BJP യെ കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും എല്ലാ പ്രസ്താവനകളും ഒരു കാലത്ത് ഇവരുടെ തുടക്കക്കാർ, അത് ഗാന്ധിജിയോ ആരോ ആയിക്കോട്ടെ, ഇവർ ദേശീയ നേതാക്കളായ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ കാണുന്ന ആളുകളൊക്കെ ഉപയോഗിച്ചു വന്നിരുന്നു. സത്യത്തിൽ എന്റെ ചോദ്യം അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം അറിയാമോ എന്നുള്ളതാണ്. ഒട്ടുമേ അറിയില്ല. ഇന്ത്യ എന്താണെന്ന് അറിയില്ല, ഇന്ത്യയുടെ ചരിത്രം എന്താണെന്ന് അറിയില്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്താണെന്ന് അറിയില്ല, ഇന്ത്യയുടെ യാതൊരു വിധത്തിലുള്ള മൂല്യങ്ങളും അറിയാൻ ശ്രമിച്ചിട്ടും ഇല്ല. അത്രമാത്രം രാജ്യവിരുദ്ധനാണ്. അതായത് രാജ്യത്തിന്റെ ഏതൊരു പ്രധാനപ്പെട്ട ചടങ്ങുകളിലും പങ്കെടുക്കുമ്പോൾ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കൂ. അദ്ദേഹം ദേശീയ ഗാനത്തോട്, വന്ദേ മാതരത്തോട്, പുഷ്പാർച്ചനയോട്, അതുപോലെ ശവസംസ്കാര ചടങ്ങുകളോട് എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്? യാതൊരുവിധ മനുഷ്യത്വവും മാന്യതയും സംസ്കാരവും ഇല്ലാത്ത ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് അദ്ദേഹം പെരുമാറുന്നത്. അത് അദ്ദേഹം സ്വന്തം പാർട്ടിക്കകത്തും അങ്ങനെയാണ്. അതായത് അദ്ദേഹത്തിന്റെ പാർട്ടി നേതാവായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ അസാമിൽ നിന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഡൽഹിയിൽ എത്തിയപ്പോ അദ്ദേഹം പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പട്ടിയെ എടുത്ത് മടിയിൽ വെച്ച് ബിസ്ക്കറ്റ് കൊടുക്കുന്നതിനിടയിൽ ഹിമന്ത ബിശ്വകർമ്മ പറയുന്നൊന്നും ഇദ്ദേഹം കേൾക്കുന്നില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം ഇറങ്ങിപ്പോന്നിട്ട് പത്രലേഖകരോട് പറഞ്ഞു, ഞാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു, ഒരു പട്ടിയുടെ വില പോലും എനിക്ക് നൽകിയില്ല. അങ്ങനെ അദ്ദേഹം BJP ചേർന്നു. ഇന്ന് അസം മുഖ്യമന്ത്രിയാണ്. ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് മനുഷ്യത്വത്തിനും വ്യക്തിത്വത്തിനും യാതൊരു വിലയും തന്റെ വളർത്തുപട്ടിയോടെ അത്ര പോലും വില കൽപ്പിക്കാത്ത, മനുഷ്യന് പട്ടിയുടെ വില കൊടുക്കാത്ത ആളാണ് ഈ രാഹുൽ ഗാന്ധി. ഇത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുയായി ആയിരുന്ന, ഇപ്പോൾ അസം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അപ്പോൾ ഇതാണ് മനുഷ്യത്വത്തോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടുമുള്ള രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം. ആ സംസ്കാരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വിദേശ രക്തം സിരകളിൽ ഒഴുകുകയും ഇന്ത്യ വിരുദ്ധത തലച്ചോറിൽ കുത്തി നിറയ്ക്കുകയും ചെയ്ത രാജ്യദ്രോഹി തന്നെയാണ് രാഹുൽ ഗാന്ധി. തീർച്ചയായും ഈ രീതിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ രാഹുൽ ഗാന്ധി അവഹേളിക്കുന്നുണ്ടെങ്കിൽ, അവരെ രാജ്യദ്രോഹി എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ടെങ്കിൽ, സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം രാഹുലിന് നേരെ വടിയെടുത്തതും ഇതേ കാരണം കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരാളെ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് കരുതുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.